Hello. Good morning. Good morning, ma'am. Good morning. Good morning. Good morning. Good morning. Morning. Good morning. Good morning. Good morning. Good morning, madam. Good morning. Okay, then am I audible? Okay, sound okay. Okay, thank you. Okay. Good morning. Morning. Okay, then thank you for the another wonderful morning. New morning. Thank you. Let's start. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നത്. കഴിഞ്ഞ 2 ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. പുതിയൊരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിഷൻ ഫോർ ദി ഫ്യൂച്ചർ. അതാണ് നമ്മുടെ ടോപ്പിക്. വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. നമുക്ക് വളരെ ചുരുങ്ങിയൊരു സമയം എന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി സെഷൻ വേണ്ടി വരും. ഇന്ന് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കില്ല. സോ ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. ഒരു ഐഡിയ ഉണ്ടോ? നമ്മുടെ ഫ്യൂച്ചർ എന്താണോ അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണുക. എന്തായിരിക്കണം നമ്മുടെ ഫ്യൂച്ചർ എന്ന് നമ്മൾ കാണുന്നതിനെയാണ് വിഷൻ ഫ്യൂച്ചർ. സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഓക്കെ. വാട്ട് ഈസ് ദ വിഷൻ? എന്താണ് വിഷൻ? എന്താണ് ഫ്യൂച്ചർ? നമ്മുടെ ഭാവി എന്താണ്? നമ്മുടെ വിഷൻ എന്താണ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ എങ്ങനെ അത് എടുക്കും, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ അത് മോൾഡ് ചെയ്തെടുക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്തു പോകും. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസ് എന്താണ്? നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ടൈം മാനേജ്മെന്റ് വേണം. എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മുൻപോട്ട് പോകുമ്പോൾ ഓരോ ദിവസം ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ ക്ലിയർ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടാവുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ്. ഏകദേശം 8 സബ് ടോപ്പിക് ആയിട്ട് നമുക്കിതിനെ പറയാം. നമുക്ക് കൃത്യമായൊരു ഡയറക്ഷൻ, അതിന്റെ പർപ്പസ്, ഇതെല്ലാം നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഈ വിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇന്നത്തെ ദിവസം ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക, ആൻഡ് ദെൻ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. 2 or 3 years ആഫ്റ്റർ, അല്ലെങ്കിൽ 5 years ആഫ്റ്റർ, അല്ലെങ്കിൽ 10 years ആഫ്റ്റർ നമ്മൾ എന്തായിരിക്കും?
നമ്മൾ എങ്ങനെ ആയിരിക്കും, നമ്മൾ ആരായിട്ടുണ്ടായിരിക്കും, നമുക്ക് ആരാവണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത്, ഇത് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ട് എങ്കിൽ, വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ, 5 വർഷത്തിന് ശേഷം ഞാൻ ആരാകും എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു ഗോൾ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, ഞാനൊരു ഓണ്ടർപ്രണർ ആണ്. ആ ഒരു ഓണ്ടർപ്രണർ എന്ന നിലയിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. ഓർ എന്റെ ഗ്രാജുവേഷനോ PGയോ അല്ലെങ്കിൽ മറ്റുള്ള കരിയർ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഇന്ന ബിസിനസ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനൊരു ഷോപ്പ്, എന്റെ ഡ്രീം പ്രൊജക്റ്റ് ആണ് ഒരു ഷോപ്പ്, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എനിക്കൊരു വീട് വേണം, ആ വീട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ആ വീട്ടിൽ താമസം തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കൃത്യമായ വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ആ വിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. ഒരു ദിവസം പോലും ക്ഷമയില്ലാതെ നമ്മൾ മടിയില്ലാണ്ട് മുന്നോട്ട് പോയി വർക്ക് ചെയ്ത് അറ്റ് ലാസ്റ്റ് ആ ഒരു ഡേയിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യും. അതേസമയം നമുക്ക് ഇതുപോലെ ഒരു വിഷൻ ഒന്നുമില്ല, ആസ് യൂഷ്വൽ ജീവിച്ചു പോകുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇത്. നമുക്ക് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, നമ്മുടെ സക്സസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിഷൻ. നമ്മുടെ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ, നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളത്. കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ട് എങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഒരു വീടിന്റെ കാര്യം പറയണം, നമുക്കൊരു വീട് വേണം. സോ ദെൻ നമ്മുടെ അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മുടെ മൈൻഡിൽ അത് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ കയ്യിൽ അതിനെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ അത് ചെയ്യും എന്നുള്ള ഒരു വിഷൻ നമുക്കുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ, അതിന്റെ ഇന്റീരിയർ എല്ലാം നമ്മുടെ മൈൻഡിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ദ നെയിം ഓഫ് ദ ഹൗസ്, നമ്മുടെ വീടിന് നമ്മളൊരു പേരടക്കം നൽകി വെച്ചിട്ടുണ്ടാകും. സോ ദെൻ നമ്മളെപ്പോഴും എന്തായിരിക്കും, നമ്മുടെ സ്വപ്നമാണത്. സ്വപ്നത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതിനെയല്ല സ്വപ്നം എന്ന് പറയുന്നത്, നമ്മൾ ഉറങ്ങാൻ അനുവദിക്കാത്തതിനെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. ഇതാര് പറഞ്ഞതാണെന്നറിയോ? APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യമാണ്. നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതിനെയാണ് സ്വപ്നം എന്ന് പറയുന്നത്, നമ്മളെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. സോ ദെൻ നമ്മൾ എപ്പോഴും അതിനെന്തായിരിക്കും, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഇതുപോലെ വിഷൻ ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിൽ, വിഷൻ ഫോർ ദ ഫ്യൂച്ചർ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം അത് അച്ചീവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, സോ തന്നെ ഞാൻ അത്ര സമയത്തിന് ശേഷം ഞാൻ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? യെസ്. ഓക്കെ, ദെൻ എന്താന്ന് പറയൂ. ഇംഗ്ലീഷ് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. എനിക്ക് ആ പഠിപ്പിച്ച മാഷോടൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് തൊടില്ല. പക്ഷേ ഈ പ്രായത്തിൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു. ഡെയിലി യൂട്യൂബിൽ നോക്കിയിട്ട് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത്. താങ്ക് യു ഗോഡ്. ഓക്കെ, അതാണ് നമുക്ക് ഏജോ നമ്മുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഒന്നുമല്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമുക്കത് കൃത്യമായ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ, കൃത്യമായ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കും. ആൻഡ് ഓൾസോ ദ ജേർണി ഓഫ് ടു ദാറ്റ്, നമുക്ക് അതിലോട്ടുള്ള ഒരു ജേർണി എന്നുള്ളത് നമുക്ക് ഒരിക്കലും മടുപ്പുള്ള കാര്യമായിരിക്കില്ല. കാരണം നമുക്കത് നമ്മുടെ ആഗ്രഹമാണ്, നമുക്കത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം. അത് നേടിയെടുക്കുമ്പോൾ ലഭിക്കുന്ന നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മടുപ്പുണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല. നമ്മൾ ആസ്വദിച്ച് ചെയ്യും. എന്ത് കാര്യം ചെയ്യുമ്പോഴും എപ്പോഴും ആസ്വദിച്ച് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ. സോ ദെൻ നമുക്ക് എന്താണ്, എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചാലും, എന്തൊക്കെ ഡൈവേർഷൻ വന്നാലും നമ്മുടെ ഗോളിൽ, നമ്മുടെ
ആ ഒരു വിഷനിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമുക്ക് ഓരോ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഒരു ഗോൾ ഉണ്ട്. 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്. എന്റെ മുന്നിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ട്. കംപ്ലീറ്റ്ലി ഞാൻ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മുടെ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ അറ്റയർ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മുടെ വീട്, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ സൊസൈറ്റി, അതിലെല്ലാം എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള കൃത്യമായ ഒരു വിഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിന് ടേക്ക് ആക്ഷൻ എടുക്കും. ബിക്കോസ് നമുക്കത് നേടിയെടുക്കണം. നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരില്ല. നമ്മളിപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മുടെ മുന്നിൽ പല ഡിസ്ട്രാക്ഷൻസ് വന്നാലും, മൾട്ടിപ്പിൾ ചോയ്സസ് വന്നാലും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പോകും. ആൾവേസ് വി വിൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പോകും. നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻസും വരില്ല, നമുക്ക് കൺഫ്യൂഷൻസ് വരില്ല, നമുക്ക് മടുപ്പ് വരില്ല. ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൂസ്റ്റ് ദ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്താണോ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോക്കസിനെ അല്ലെങ്കിൽ ഈ ഒരു ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്, അതായിരിക്കും നമ്മുടെ പ്രയോറിറ്റി. സോ അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കും. അവിടെ നമുക്ക് എന്തുണ്ടാവില്ല? ഡിസിഷൻ എടുക്കാനുള്ള മടി അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഇതൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എപ്പോഴും ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പലതരം കൺഫ്യൂഷൻസ് വരും, പേടി ഉണ്ടാവും, മടി ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഉണ്ടാവും. അതൊന്നും വരില്ല. കാരണം നമ്മുടെ മുന്നിൽ കൃത്യമായ ധാരണയുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നമുക്ക് സംഭവിക്കേണ്ടുന്നത്, എന്താണ് നമ്മൾ ആവേണ്ടുന്നത്. സോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് കൃത്യമായിട്ട് സാധിക്കും. നമുക്ക് അവിടെ പേടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മടി ഉണ്ടാവില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഇനി എനി ടൈം നമുക്ക് അങ്ങനെ എന്തെങ്കിലും വന്നു, കൺഫ്യൂഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എക്സ്റ്റേണൽ സപ്പോർട്ട് തേടിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ബ്ലോക്ക് അവിടുന്ന് മാറ്റും. നമുക്ക് ഉണ്ടാവുന്ന കംപ്ലീറ്റ് ബ്ലോക്ക് മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. കാരണം നമ്മുടെ വിഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു വിഷൻ നമുക്ക് നേടിയെടുക്കണം. അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ള കംപ്ലീറ്റ് ബ്ലോക്കും മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. നാലാമത്തെ കാര്യം ബിൽഡിംഗ് റെസിലിയൻസ് ആൻഡ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ചലഞ്ചസും ഈ ഒരു സ്ട്രോങ് വിഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മളെ നിലനിർത്താനും മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. എന്തൊക്കെ ചലഞ്ചസ് വന്നാലും, നമ്മുടെ മുന്നിൽ ഏതൊക്കെ തരത്തിലുള്ള ചലഞ്ചസ് വന്നാലും ആ ഒരു ചലഞ്ചസിനെ എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഈ ഒരു വിഷൻ നമുക്കുണ്ടെങ്കിൽ സാധിക്കും. അഞ്ചാമത്തെ കാര്യം പേഴ്സണൽ ഗ്രോത്ത്. എൻകറേജസ് പേഴ്സണൽ ഗ്രോത്ത്. ഹെൽപ്സ് ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ്. ഇതിനു വേണ്ടി പുതിയ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബിക്കോസ് നമുക്ക് ഇന്നുള്ള ആളെല്ലാം നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി മാറണം. ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ മാറണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു മാറ്റങ്ങൾ നടക്കുക. ഒരു ദിവസം കൊണ്ട് നമ്മൾ മാറില്ല, ഒരു സമയം കൊണ്ടോ ഒരു നൈറ്റ് കൊണ്ടോ ഒന്നും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റെപ്സ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം? ന്യൂ സ്കിൽസ് വേണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം. നമുക്ക് പുതിയ ഹാബിറ്റ്സ് വേണം. നമ്മുടെ പുതിയ ഹാബിറ്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വായിക്കാത്തവരാണെങ്കിൽ വായന തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നമുക്ക് അറിയാത്ത ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കും. അപ്പൊ മാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പഠിച്ചു, ഇംപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞു. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. നമ്മുടെ ലാംഗ്വേജസിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കും, കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കും, ആക്സെന്റ് ശ്രദ്ധിക്കും, നമ്മുടെ അറ്റയർ ശ്രദ്ധിക്കും, നമ്മുടെ ഫിറ്റ്നസ് ശ്രദ്ധിക്കും,
ബിക്കോസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ആവണം. നമ്മുടെ മൈൻഡിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്തുണ്ട്, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. സോ then അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് എല്ലാം. ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞു. ലാംഗ്വേജ് പഠിക്കാൻ ഇപ്പോ വളരെ ഹെൽപ്ഫുൾ ആയില്ല, ഈസിയാണ്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ഒരുപാട് 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 അവസരങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ then അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ അത് മാറും. ആൻഡ് ആൾസോ നമ്മുടെ കംഫർട്ട് സോൺ എന്താണോ അതിൽ നിന്ന് പുറത്തു വന്നിരിക്കും. അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരിക. നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കും തോറും നമ്മളൊന്നും ആവാൻ പോകുന്നില്ല. എന്താണോ നമ്മുടെ കംഫർട്ട് സോൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പേടിയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാതരം പ്രോബ്ലംസും അവിടുന്ന് മാറുള്ളൂ. നമ്മൾ ആക്ഷൻ എടുക്കുകയുള്ളൂ. കംഫർട്ട് സോണിൽ ഇരിക്കും തോറും നമ്മൾ സേഫ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ടെൻഷൻ ഇല്ല, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിപ്പോഴും കംഫർട്ടാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും നമ്മൾ കംഫർട്ടാണ്. സോ then നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരില്ല. ഇമ്പ്രൂവ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ കംഫർട്ട് സോണിൽ പുറത്തു വരണം. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെ ചെയ്തു പോവുകയേ ചെയ്യുള്ളൂ. അതിൽ നിന്നും ഓരോ ദിവസം ഇമ്പ്രൂവ് ആയി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ എന്താണോ അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആക്ഷൻ എടുത്ത് വർക്ക് ചെയ്യണം. അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പോഴും കംഫർട്ട് സോൺ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് പറഞ്ഞ പോലെ സെൽഫ് അവയർനെസ് ഒക്കെ പഠിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മുടെ കംഫർട്ട് സോണും എല്ലാം നമുക്ക് മനസ്സിലാവും. ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. നമ്മൾ ഒരു വിഷൻ എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരിക എന്നുള്ളതാണ്. കംഫർട്ട് സോൺ എപ്പോഴും നമ്മളെ മടിയന്മാരാക്കേ ചെയ്യുള്ളൂ. കാരണം നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ടെൻഷനും അവിടെ ഇല്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനൊന്നും തോന്നില്ല. വി ആർ ഹാപ്പി ഇത്. പക്ഷെ അതിൽ നിന്നും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം. നമ്മുടെ ആ ഒരു ഇതില് അങ്ങനെ തന്നെ പോകും. നമ്മൾ ഇമ്പ്രൂവ് ആവില്ല. നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം. നമുക്ക് മാറ്റങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ കംഫർട്ട് സോൺ മാറ്റുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ അറ്റേറെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു വന്നു. നമ്മുടെ മുന്നിൽ ഒരു വിഷൻ ഉണ്ട്. സോ ദെൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആക്ഷൻ എടുത്തു. ആക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മളിലുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എന്തായി, ഒരു ഫുൾഫിൽമെന്റ് വന്നു. നമ്മുടെ മൈൽ സ്റ്റോൺ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ പോവുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഒരു ഫുൾഫിൽമെന്റ്, സാറ്റിസ്ഫാക്ഷൻ, സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അക്കംപ്ലിഷ്മെന്റ്, ഇതെല്ലാം നമ്മുടെ മനസ്സിലോട്ട് വന്നു. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതായിരിക്കും. ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ വലിയൊരു വിഷൻ ഉണ്ട്. ആ ഒരു ഗോളിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട്, എപ്പോഴും ആക്റ്റീവ് ആയിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു, കണക്റ്റഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ചേഞ്ചസ് വരും. ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിൽ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് വരുന്നതോടുകൂടി നമുക്ക് എന്തായി, നമുക്ക് ഒരു ഫുൾഫിൽമെന്റ് വരും. നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വീണ്ടും സ്റ്റെപ്പ് ബാക്ക് ചെയ്യാതെ നമുക്കുണ്ടാവുന്ന മടിയോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസോ എല്ലാം മാറ്റി വെക്കാനും മോട്ടിവേറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവാനും ഈ ഒരു ഫുൾഫിൽമെന്റ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് പുതിയ പുതിയ ഹാബിറ്റ്സ് തുടങ്ങാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ വായന ആവശ്യമാണെങ്കിൽ വായിച്ചു തുടങ്ങണം. എഴുതാൻ ആവശ്യമുള്ളവരാണ് എഴുതി തുടങ്ങും. ബിക്കോസ് നമ്മുടെ മുന്നിൽ എന്തുണ്ട്, നമുക്കൊരു വിഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും.
ഒരു 10-12 വർഷം മുൻപ് എടുത്തു വെച്ച ബുക്ക് അല്ലെങ്കിൽ വായന എന്നുള്ള ഒരു കാര്യം കംപ്ലീറ്റ്ലി മാറ്റി വെച്ചത് എന്റെ വിഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ 2 വർഷം മുൻപ് വീണ്ടും വായിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് വായിക്കാൻ തുടങ്ങി. കയ്യിൽ വാങ്ങി വെച്ചിട്ട് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് വായിക്കാൻ തുടങ്ങി. പണ്ടെന്നോ മാറ്റി വെച്ച എഴുത്ത് എന്നുള്ള രീതി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചുകൊണ്ടിരുന്നിരുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് അത് കംപ്ലീറ്റ്ലി മാറ്റി വെച്ച് അങ്ങനെ ഒരു കാര്യം മനസ്സിന്ന് പോലും പോയിരുന്ന ഞാൻ വീണ്ടും എന്താ ചെയ്യാൻ തുടങ്ങി? ചെറിയ രീതിയിൽ കുത്തിക്കുറിക്കാൻ തുടങ്ങി. ചെറിയ രീതിയിൽ എഴുതി തുടങ്ങി. ചെറിയ രീതിയിൽ എഴുതിയത് ഷോർട്ട് സ്റ്റോറിയിലോട്ട് മാറി, അനുഭവ കുറിപ്പുകളിലോട്ട് മാറി. തുടങ്ങിയത് ചെറിയ കുത്തിക്കുറിക്കുകളിലാണ് തുടങ്ങി വെച്ചത്. മുമ്പെന്നോ പണ്ട് ചെയ്തിരുന്ന കാര്യമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് തന്നെ ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്കൊരു വിഷൻ വന്നു. വിഷൻ വന്നതോടുകൂടി നമ്മൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്? വായന തുടങ്ങി. നമുക്കവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് കംപ്ലീറ്റ്ലി മാറുന്നത് എങ്ങനെയാണ്? നമ്മുടെ മുന്നിലുള്ള വിഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് വരുമ്പോഴാണ് ആ ബ്ലോക്ക് മാറുന്നത്. സോ ദെൻ വായിക്കാൻ തുടങ്ങി. ചെറിയ കുഞ്ഞു കാര്യങ്ങൾ കുത്തിക്കുറിക്കാൻ തുടങ്ങി. അപ്പോഴും നമുക്ക് ഇത് പുറത്ത് കാണിക്കാൻ മടിയായിരിക്കും. ആ പുറത്ത് കാണിക്കാനുള്ള മടിയെ നമ്മുടെ കംഫർട്ട് ആയില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ആദ്യം പുറത്തിട്ടു. സോ ദെൻ അവര് തരുന്ന ഒരു സപ്പോർട്ട് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കും. അതിൽ നിന്ന് കുറച്ച് ധൈര്യം വന്നു. ഈ മാഗസിനിലും മറ്റും ആയിട്ട് എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഈ ചെറിയ കുത്തിക്കുറിക്കൽ മാറി ഷോർട്ട് സ്റ്റോറിയിലോട്ടെത്തി. അതിൽ നിന്നും വീണ്ടും അനുഭവ കുറിപ്പുകളിലോട്ടായി. സമകാലിക പ്രസക്തിയുള്ള അനുഭവ കുറിപ്പുകളിലോട്ടായി. നമുക്ക് സ്വയം ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്ന് കുറിപ്പുകൾ എഴുതാൻ തുടങ്ങി. ഇതെല്ലാം നമ്മുടെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനാണ്. ബിക്കോസ് ഒരു 2 വർഷം മുൻപ് എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ഇത്ര സമയം കഴിഞ്ഞാൽ ഞാൻ എന്തായി തീരും, ഞാൻ എന്തൊക്കെയാവും, ഞാൻ എങ്ങനെ ആയിട്ടുണ്ടാവും, ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. സോ തന്നെ അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും തോറും, കണക്റ്റഡ് ആയിരിക്കും തോറും അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗോൾ എന്താണ് അതിലോട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി വരികയാണ്. ഒരു ദിവസം പോലും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോകുന്നില്ല. എനിക്ക് ഓരോ ദിവസം നേട്ടങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, ഇമ്പ്രൂവ്മെന്റേ ആവുന്നുള്ളൂ. ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, എക്സ്ട്രീം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആയിരിക്കും. അത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നമുക്ക് പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ ഇനി വയ്യ, മതിയായി, മടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തോന്നില്ല. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കോ, ഞാൻ ഒരുപാട് എക്സോസ്റ്റഡ് ആയി, ഇങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. ബിക്കോസ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ മുന്നിലൊരു വിഷൻ ഉണ്ട്. ആ ഒരു വിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ അതിലോട്ടുള്ള വേലാണ്. ആ ഒരു കംപ്ലീറ്റ് വിഷനിലോട്ട് എത്തുന്നത് വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കംപ്ലീറ്റ് വിഷനിൽ എത്തിക്കഴിഞ്ഞാലും അത് അപ്പോഴും അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. സോ തന്നെ ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്താവും? ഓരോ ദിവസം നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ഫുൾഫിൽമെന്റ് ഉണ്ടായിരിക്കും. നമ്മൾ ജീവിക്കുന്ന ജീവിതം ഒതന്റിക് ആയിട്ടുള്ള ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ലൈഫാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഉണ്ടാവും, എനർജി മാനേജ്മെന്റ് ഉണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവാക്കും. കാരണം നമുക്ക് ആവശ്യമാണുള്ള എനർജി, നമ്മുടെ എനർജി എന്നുള്ളത് നമ്മുടെ ഒരു നമ്മുടെ ഈ ഒരു ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ എനർജി കൊണ്ടേ കളയേണ്ടതില്ല. ഡിസ്ട്രാക്ഷൻസിൽ പോയിട്ട് നമ്മുടെ എനർജിയോ ടൈമോ പോയി കളയേണ്ടതില്ല. സോ അത് നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മുടെ ടൈം നമ്മൾ കളയാൻ ഇഷ്ടപ്പെടില്ല. നമ്മളെപ്പോഴും നമുക്ക് എന്താണോ കണക്ഷൻ, എന്താണോ നമ്മുടെ വിഷൻ, ആ ഒരു വിഷന് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ദെൻ നമുക്ക് ടൈം മാനേജ്മെന്റ് വരും, എനർജി മാനേജ്മെന്റ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. ദെൻ ഇൻസ്പയർസ് അതേഴ്സ്, സ്ട്രെങ്തൻസ് ദ റിലേഷൻഷിപ്പ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്കും ഒരു ഇൻസ്പയർ ആയിരിക്കും. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മുടെ ചുറ്റുള്ള ആളുകൾക്കും ഒരു ഇൻസ്പയറിംഗ് ആയിരിക്കും. കാരണം നമ്മളെ വിഷൻ എന്താന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ട്. ഇത് നമ്മൾ ആരോടും പറഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും തോറും, നമ്മൾ ഇമ്പ്രൂവ് ആയിരിക്കും തോറും നമ്മൾക്ക് ഓരോ ദിവസം വരുന്ന ഇമ്പ്രൂവ്മെന്റ്സ് എല്ലാവരും കാണുകയാണ്. സോ ദെൻ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അത് വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. ഓക്കെ തന്നെ ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അയക്കൂടാ എന്ന് ചിന്തിക്കും. അവര് 2 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ 1 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അവർക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ സാധിച്ചു? ബിക്കോസ് അവർക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ട്, കൃത്യമായ ഒരു ഫോക്കസ് ഉണ്ട്. ആ ഒരു ഫോക്കസിൽ അല്ലെങ്കിൽ ഗോൾ ഉണ്ട്, ആ ഒരു ഗോളിലാണ് അവർ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി അവർ ഓരോ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യാണ്. ഓരോ ദിവസവും അവർ കണക്റ്റഡ് ആണ്. ഈ ഒരു അച്ചീവ്മെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവർ കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. സോ തന്നെ അവർക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒപ്പമുള്ളവർക്കും എന്തായിരിക്കും, ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് എന്താണോ നമ്മുടെ വിഷൻ എന്നുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ ആവേണ്ടത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിള് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ കണക്ട് ചെയ്ത് പോവാന്നുള്ള. ഓക്കെ, ഞാനൊരു ട്രെയിനർ ആണ്, തന്നെ ഞങ്ങൾക്ക് ട്രെയിനേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി, നമുക്കൊരു കണക്ഷൻ ഉണ്ട്. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഒരേ സമയം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊരു സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സൈക്കോളജി ഫീൽഡിൽ നിൽക്കുകയാണ്, നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, നമുക്കൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ ഒരേ ഫീൽഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ്, എന്നിട്ടും നമ്മൾ ഒരുപോലെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എന്റെ ഐഡിയ ആയിരിക്കില്ല മറ്റൊരാളുടെ ഐഡിയ. അത് രണ്ടും തമ്മിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഐഡിയ ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും. ഇംപ്രൂവ്മെന്റ് വരും. എപ്പോഴും നമ്മൾ ഇംപ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടിയും ഇംപ്രൂവ് ആവും. നമ്മുടെ ഒപ്പമുള്ളവർക്ക് അത് ഒരു ഇൻസ്പയറിംഗ് ആയിരിക്കും. അതിനേക്കാൾ എക്സ്ട്രീം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരും. നമ്മുടെ വിഷൻ കാരണം എക്സ്ട്രീം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരും. ഓക്കെ, തന്നെ നമുക്ക് ഏകദേശം ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ടോപ്പിക്കിന്റെ ഇത്രയും പോർഷൻ ആണ്. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള കാര്യം അടുത്ത സെഷനിൽ ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ മാം, വായിച്ച ബുക്കുകൾ ഏതൊക്കെയാണ്? പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ്, പിന്നെ ഇക്കിഗൈ പറഞ്ഞിട്ടൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. യു ക്യാൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്. സൈക്കോപാത്തോളജി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ, അതൊരു ഇംഗ്ലീഷ് ബുക്കാണ്, വായിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ്, വായനയുടെ രസതന്ത്രം, കെമിസ്ട്രി ഓഫ് റീഡിങ്, വായനയുടെ രസതന്ത്രം എന്നാണ്. ഞാൻ ആദ്യം കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് വായിച്ച ബുക്കാണ്. അതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ഈ വായന ബുക്ക് എന്നുള്ളതിലുപരി കൂടുതലായിട്ട് പത്രത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആൾവേസ് സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും. സമകാലികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ തന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടോ? സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. മാമിന്റെ നമ്പർ എനിക്ക് കിട്ടിയില്ല മാം. നമ്പർ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വേറെ ആർക്കെങ്കിലും? മാഡം, ഇങ്ങനത്തെ കുറെ ബുക്കുകളൊക്കെ കുക്ക് FM ലെല്ലാം കിട്ടുന്നുണ്ട്, ഓഡിയോ ആയിട്ട്. അങ്ങനെ കുറെ ഞാൻ കേൾക്കാറുണ്ട്. ഓഡിയോ ആയിട്ട് കിട്ടുന്നുണ്ട്, PDF ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ലൈബ്രറിയിൽ എടുക്കാൻ സാഹചര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ആമസോണിൽ നിന്ന് ബുക്ക് വാങ്ങാം. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറ്. ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ബുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് കിട്ടും. പൊതുവെ എനിക്കത് ഫിസിക്കലി എന്റെ കയ്യിൽ ബുക്ക് ഉണ്ടാവുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം വിഷനിലുള്ളതാണ്. സീക്രട്ട് റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്നുണ്ട്. രണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ഞാന്.
ആ ഓക്കെ. പിന്നെ ആ തവളയത്തിൽ നിന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതും വായിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. 3 നമ്മൾ പുസ്തകങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ പുസ്തകങ്ങളിൽ നിന്നും അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. നോമ്പായോണ്ടൊന്നും വിചാരിച്ച സൈക്കോളജി മാതിരി ഓഫ് കാര്യങ്ങൾ മൾട്ടി നടക്കുന്നില്ല. ഓക്കെ. എങ്ങനെയാ? ചിലപ്പോ നോമ്പായോണ്ട് വിചാരിച്ച മാതിരി കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. വായന എക്സസൈസ് ഒന്നും വിചാരിച്ച മാതിരി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ടു ദ നോർമൽ. ഓക്കെ ഓക്കെ. ഓക്കെ. ഇപ്പൊ ഇനി കഴിഞ്ഞില്ലേ, ഓക്കെ, നമുക്ക് ദിവസമല്ലേ ടൈം. ഉള്ളൂ. ആ യെസ് യെസ് പറഞ്ഞോളൂ. അല്ല, നോമ്പ് കഴിഞ്ഞില്ലേ, ഇനി അത് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അറിയാം. ആ യെസ് യെസ്. മാം പറഞ്ഞ ആ പുസ്തകത്തിന്റെ പേരൊന്നും പറയും. ഫസ്റ്റ് പറഞ്ഞ പുസ്തകത്തിന്റെ പവർ ഓഫ് സൈക്കോളജി മൈൻഡ് എന്നാ അതോ സബ് കോൺഷ്യസ് മൈൻഡോ? സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി. എല്ലാവരും Okay. വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. വളരെ നല്ല രീതിയിൽ നമുക്ക് ചേഞ്ചസ് വരും. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ? മലയാളത്തിലാണോ അത്? അത് മലയാളത്തിലും അവൈലബിൾ ആണ്. അതിന്റെ എല്ലാ വേർഷൻ ഓഫ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. മലയാളത്തിൽ. മാം അത് ജോസഫ് മർഫിയുടേതല്ലേ? ആ യെസ്, ജോസഫ് മർഫിയുടെ. മലയാളത്തിലുള്ള അല്ലേ? മലയാളത്തിലും കിട്ടും. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജസിൽ വേണമെങ്കിൽ അതിലും കിട്ടും. ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ മതി അല്ലേ? എല്ലാത്തിലും കിട്ടും. ആ യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, then നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു ടോപ്പിക്കിന്റെ റിമൈനിങ് പോർഷൻ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ തീർച്ചയായിട്ടും വരും. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഫോർ ദ ടീം ഫോർ ദിസ് വണ്ടർഫുൾ ഫ്ലോ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. Have a nice day. Thank you.